ഇത്ര പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞോ? എന്തോട്ട് മാഡം? സോറി സാർ, മാഡത്തിന് എന്തെങ്കിലും പറഞ്ഞോ? മാഡം എന്തൊന്നും പറയാത്തെ? ഞാൻ എന്താടി പറയണ്ടേ? നീ ആരടി? എനിക്കില്ലാത്ത എന്ത് പ്രത്യേകത നിനക്കുള്ളത്? ഏതോ ഒരു പട്ടിക്കാട്ടി ജനിച്ചു വളർന്ന് ഇതിനകത്ത് വന്ന് കയറി നിനക്ക് എന്നെക്കാൾ മികച്ചവളായി സ്വയം തോന്നുന്നുണ്ടോടി? മാഡത്തിന് എന്തു പറ്റി? സൂര്യ എന്നോട് പറഞ്ഞു അവന് നിന്നെ ജീവന്റെ ജീവനെ പോലെ ഇഷ്ടമാണെന്ന്. അവന്റെ മരണം വരെ നീ അവന്റെ കൂടെ ഉണ്ടാകുമെന്ന്. അയ്യോ, അതൊക്കെ സാറ് വെറുതെ. അല്ല, എനിക്കറിയാം. ഇത്രയും കാലം അവന്റെ കൂടെ കഴിഞ്ഞിട്ട് നീ അവനെ കൊഞ്ചി കുഴഞ്ഞ് വശത്താക്കി. അതുകൊണ്ടാ സൂര്യ അങ്ങനെ പറയുന്നേ. മാഡം വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ മനസ്സിൽ സാറിനെ കുറിച്ച് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. പക്ഷെ സൂര്യയുടെ മനസ്സിലുണ്ട്. നീ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നേ? നിന്നോട് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുമ്പോ ഞാൻ എല്ലാം മറന്നുപോയിന്നാ? എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തു വന്നോ? നോക്ക്, കതിർ മണ്ഡപത്തിലെ സകല ചടങ്ങുകളും കഴിഞ്ഞ് കഴുത്തിൽ താലി കെട്ടുന്നതും കാത്തു നിന്നതാ ഞാൻ. അവിടെ എന്റെ മുമ്പില് അപശകനമായി പ്രത്യക്ഷപ്പെട്ടതാ നീ. എന്നിട്ടും ഞാൻ നിന്നോട് നല്ല രീതിയിൽ സംസാരിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയോ? എപ്പോ വേണമെങ്കിലും സൂര്യയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന വാക്ക് വിശ്വസിച്ച്. ഒരു കാര്യം നിനക്കറിയോ? സ്റ്റിൽ ഐ ലവ് മൈ സൂര്യ. ആദ്യമായി എനിക്ക് ആകർഷണം തോന്നിയ പുരുഷനാ സൂര്യ. അവനെ മറ്റൊരു സ്ത്രീക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. എത്ര കാലം കഴിഞ്ഞാലും അവനെ എനിക്ക് സ്വന്തമാക്കണമെന്ന് വാശിയോടെയാ ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നത്. നാട്ടിൻ പുറത്തെ ഒരു പെൺകുട്ടിയല്ലേ നിന്നെ ദ്രോഹിക്കണ്ടെന്ന് ഞാൻ കരുതിയപ്പോ നീ കിട്ടിയ അവസരങ്ങളെല്ലാം ഉപയോഗിച്ചു. എന്റെ സൂര്യനെ തൊടാനും പരിചരിക്കാനും നിനക്ക് എന്ത് അവകാശമുള്ളേ? സൂര്യ എന്റേതാ, എന്റേത് മാത്ര. മാഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇത്ര ആഗ്രഹിച്ചതൊന്നും ഇന്ന് വരെ നേടാതെ പോയിട്ടില്ല. എന്റെ ജീവിതത്തിൽ നിന്നും നീ കൊത്തിക്കൊണ്ട് പോയതാ സൂര്യ. അതിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചാലുണ്ടല്ലോ, ഇവിടെ 19 മക്കള് നടത്തുന്ന പോലൊന്നും ആയിരിക്കില്ല മിത്ര നിന്റെ മുന്നിൽ നടത്തുക. കൊന്നുകളയും. നിന്റെ കുടുംബത്തിനെ വരെ ഇല്ലാതാക്കി കളയും. കോടാനുകോടിയുടെ ബാങ്ക് ബാലൻസും ആരും കണ്ടാൽ വാഴ്ത്തുന്ന സൗന്ദര്യം ഉണ്ടായിട്ടും മിത്രയ്ക്ക് നേടാനാവാത്തൊരു കാര്യം നിന്റെ രൂപവും ഏതോ കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്ന കൾച്ചറും വെച്ച് നീ നേടുകയെന്ന് പറഞ്ഞ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്ന എന്തിനാടി? ഇത്രയും കാലം നിന്നോട് സംസാരിച്ച മിത്രയല്ല ഇപ്പൊ നിന്നോട് സംസാരിക്കുന്നേ. എന്റെ സൂര്യക്ക് നേരെ അനാവശ്യമായൊരു നോട്ടം പോലും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഉണ്ടായാൽ ഈ ജന്മം മുഴുവൻ നീ കരയും. നിന്നെ കരയിക്കും ഞാൻ.